ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് വൻ കാലതാമസമുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി സഭയിൽ ഓർമ്മിപ്പിച്ചു. 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കുമെന്നായിരുന്നു അന്ന് നൽകിയ വാഗ്ദാനം. എന്നാൽ 4.25 വർഷക്കാലം തുകയിൽ 1 രൂപ പോലും വർദ്ധിപ്പിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പത്തെ ആഴ്ചയിലാണ് 1600 രൂപ 2000 രൂപയായി വർദ്ധിപ്പിച്ചത്. അത്തരമൊരു കാലതാമസം ഈ സർക്കാർ വരുത്തില്ലെന്ന് നൽകിയ വാഗ്ദാനം എത്രയും വേഗം പാലിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഫെബ്രുവരിയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമല്ല ഈ പദ്ധതിയെന്നും ഇതുവരെ നിർത്തലാക്കിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ച ശേഷം അറിയിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. അതേസമയം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ പ്രാധാന്യമുള്ള, സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരുന്നു. അതായത് വീടിൻ്റെ വിസ്തീർണം കൂടുതലുള്ളവർ, വീട്ടിൽ AC ഉപയോഗിക്കുന്നവർ, അതുപോലെ 4 ചക്ര വാഹനമുള്ളവർ, അതുപോലെ കൂടിയ വരുമാന പരിധി കൂടുതലുള്ളവർ എന്നിവയെക്കുറിച്ച് നിയമസഭയിൽ PK ഫിറോസ് MLA ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ, വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം, AC-യുടെ കാര്യം. ഒരു വീട്ടില് AC ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാലാകാലങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ പരിഹരിച്ച് കുറ്റമില്ലാതെ ഇത് ഭംഗിയായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും കാലാകാലങ്ങളിൽ പരിശോധന നടത്തി വേണ്ട പരിഷ്കാരങ്ങൾ ഇതിൽ ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പൊ തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വെക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പൊ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പൊ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു. ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെയും ഇതിന്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിന്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിന്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പൊ ചില അമ്മമാര് പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്ത ആൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല. അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനം ഉണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു.